Good morning, my dear students. Welcome to our third video on corporate social responsibility. So we already done with two videos on corporate social responsibility. In those videos, we saw the introduction of CSR. We learned the history, definition, features, need and importance, and specific responsibilities towards various stakeholders, and the reason for growing concerns towards CSR. These all topics we already discussed in our last two videos. And in our today's video, we'll be focusing on four subpoints which comes under corporate social responsibility. That is, first one we'll discuss about the benefits of CSR or advantages of CSR. And we'll also discuss about different stakeholders who comes under CSR, and then steps in implementing CSR activities. And finally, we'll discuss the guidelines for CSR programs. So these four subtopics we are going to discuss. So the first subtopic under CSR which we want to learn is benefits of CSR. So in the last videos, we understood what is CSR, important features of CSR, and a reason for growing concerns towards CSR. These all topics we learned, right? So there is no doubt that each and every company should invest a particular amount in CSR activities. So we don't have any doubt in that. എല്ലാ കമ്പനീസും CSR ആക്ടിവിറ്റീസിൽ നിർബന്ധമായിട്ടും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഇനി ഒരു ഡൗട്ടും ഇല്ല. So what are the benefits that a company can enjoy by implementing CSR activities? ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ CSRന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവാന്ന് നോക്കാം. The first one is it helps the company to improve its brand. അവരുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടാനായിട്ട് എന്ത് ചെയ്യും? അവരെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കിയേ, ഇന്ത്യയിൽ CSRന് വേണ്ടിയിട്ട് നല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫോസിസ്, മഹീന്ദ്ര, ടാറ്റ കെമിക്കൽസ്, ITC, ദെൻ വിപ്രോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ്, അതുപോലെ ഭാരത് പെട്രോളിയം, ഇതൊക്കെ അംബുജം സിമൻസ്, ഇവരൊക്കെയാണ് CSRന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ത്യയുടെ ടോപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കമ്പനിയുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് മനസ്സിൽ വരും അല്ലേ? അതായത് ആ കമ്പനീസിനെ കുറിച്ച് യു വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് എഫക്റ്റ് ഓർ പോസിറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ് അല്ലേ ടുവേർഡ്സ് ദോസ് കമ്പനീസ്. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദ CSR ആക്ടിവിറ്റീസ് ദേ ഡു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് അതിൽ ഒരു പങ്ക് വഹിക്കുന്നത്. അതായത് ഈ കമ്പനീസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരാൻ കാരണം അതാണ്. അപ്പോൾ CSR ആക്ടിവിറ്റീസിന് നല്ല രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് നിങ്ങൾ സിമ്പിൾ ലോജിക്കാണ്, ഇപ്പം നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലൊരു ഇമേജ് ആയിരിക്കും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുക അല്ലേ? അപ്പോൾ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഡൂയിങ് ഗുഡ് ടു ദ സൊസൈറ്റി ഓർ ഗുഡ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡെഫിനറ്റ്ലി അതേഴ്സ് വിൽ തിങ്ക് ഗുഡ് അബൌട്ട് യു. അപ്പോൾ ഒരു കമ്പനി അങ്ങനെ തന്നെയാണ്. ഒരു കമ്പനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദോസ് ആക്ടിവിറ്റീസ് വിൽ ക്രിയേറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് എ കമ്പനി ടു ഇംപ്രൂവ് ദ ബ്രാൻഡ്. അവരുടെ ബ്രാൻഡ് വാല്യൂ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ദെൻ CSRൻ്റെ വേറൊരു ബെനിഫിറ്റാണ് ഇറ്റ് വിൽ ഹെൽപ്സ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ദ എംപ്ലോയി സാറ്റിസ്ഫൈഡ്. അതായത് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നല്ല സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ കമ്പനി വിൽ ട്രീറ്റ് യു ഇൻ എ ബെറ്റർ മാനർ അല്ലേ? നല്ല രീതിയിൽ നിങ്ങൾ ആ കമ്പനിയെ ട്രീറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ പാരൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദേ ആർ വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൗ ദ കമ്പനി ഈസ് ട്രീറ്റിംഗ് ദം, അങ്ങനെയാണ് അവരെ ആ കമ്പനി ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ചെയ്യും? അവർ വേറെ ആ കമ്പനീനെ ലീവ് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ വേറെ കമ്പനിയിൽ ജോലി അന്വേഷിച്ച് എപ്പോഴും നടക്കില്ല. They'll be satisfied in that company since the company is socially responsible. If the company is socially responsible,
definitely that company will show that responsibility towards its employees also. അപ്പോൾ എംപ്ലോയീസ് എവിടെയും പോയില്ല, ദേ വോണ്ട് ഗോ എൽസ്വെയർ, അവർ ആ കമ്പനിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നല്ലൊരു അതിൻ്റെ റീസൺ എന്താണ്, ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആകുന്നത് വഴി എംപ്ലോയീസിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അതൊരു ബെനിഫിറ്റാണ്. ദ നെക്സ്റ്റ് വൺ, സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇപ്പോൾ കമ്പനി ഒരുപാട് അതായത് ഒരുപാട് CSR ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക്, ITCയുടെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എഴുതി കണ്ടിട്ടുണ്ട് ഇത്ര രൂപ, അതായത് 1 രൂപയോ മറ്റോ അൺമാർജിനലൈസ്ഡ് ആയിട്ടുള്ള, പഠിക്കാൻ കാശില്ലാത്ത അല്ലെങ്കിൽ അതിന് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ യു വിൽ ഫീൽ പ്രൗഡ്, ഓക്കെ ഐ ആം ഓൾസോ കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദം, അവർക്ക് വേണ്ടിയിട്ട് ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും അല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആസ് എ കസ്റ്റമർ ഓർ ആസ് എ കൺസ്യൂമർ നമുക്ക് വിൽ ഫീൽ എ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ വേറെ ബ്രാൻഡ് ചൂസ് ചെയ്യാതെ നമ്മൾ ഈ ബ്രാൻഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കും. സോ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി വെക്കാൻ പറ്റും എന്നുള്ളതും CSRൻ്റെ ഒരു ബെനിഫിറ്റാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഡെഫിനറ്റ്ലി CSR വിൽ ആക്ട് ആസ് എ പോസിറ്റീവ് PR. അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ നടത്തി നമ്മൾ കാശ് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു CSR ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്യാമ്പസിൽ വന്നിട്ടില്ല, ക്യാമ്പസിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ആ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് നമ്മുടെ കോളേജിൽ, ആ കോർട്ട് എൻ്റെ പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും സ്പോൺസേർഡ് ബൈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആസ് പാർട്ട് ഓഫ് ദ CSR ആക്ടിവിറ്റി, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ ഇത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ബാനർ വെച്ച് കഴിഞ്ഞാൽ 10 സ്ഥലത്ത് ഒരുപാട് കുട്ടികൾ വരികയാണ് അല്ലേ, ഡെയിലി ദേ വിൽ ബി സീയിങ് ദാറ്റ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് കാശ് ചിലവാക്കി നടത്തുന്നേക്കാൾ അവർക്ക് ലാഭം ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ പല രീതിയിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു CSR ആക്ടിവിറ്റി നടത്തുമ്പോൾ അത് മീഡിയ കവറേജ് ഓട്ടോമാറ്റിക്കലി അതിന് കിട്ടും. അപ്പോൾ പരസ്യമൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരസ്യം പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് CSR ആണോ വെച്ചാൽ അല്ല, നിങ്ങൾ പുണ്യാളൻ ആ കോക്കനട്ട് വാട്ടറിൻ്റെ ആ ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ഫ്രീ ആയിട്ട് കോക്കനട്ട് വാട്ടറിൻ്റെ അത് കൊടുക്കുന്നു, അപ്പോൾ അത് ന്യൂസിൽ വരുന്നു. അപ്പോൾ എന്താ പറയുക, പ്രൈം ടൈമിൽ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഇതിനുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളെക്കുറിച്ചുള്ള പോസിറ്റീവ് സ്റ്റോറീസ് വരുമ്പോൾ, അതായത് മീഡിയക്കോടെ അത് ഓൺലൈൻ മീഡിയ ആയാലും ട്രഡീഷണൽ മീഡിയ ആയാലും if you are involved in CSR activities, positive news about the company will come in those medias that will act as a PR for the company. ഓക്കെ, ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനേക്കാളൊക്കെ മേലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഒരു ഫ്രീ പബ്ലിസിറ്റി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മൗത്ത് മാർക്കറ്റിംഗ്. ആൾക്കാർ പറയും ഓക്കെ ദാറ്റ് കമ്പനി ഈസ് ഡൂയിങ് ഗുഡ്, അല്ലെങ്കിൽ ദാറ്റ് കമ്പനി ഈസ് ആക്ടിങ് വെരി റെസ്പോൺസിബിൾ, അങ്ങനെ സോഷ്യലി റെസ്പോൺസിബിൾ, അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റി കമ്പനിക്ക് കിട്ടും, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ CSR വിൽ ഹെൽപ്പ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ. പല രീതിയിലും കാശ് ചെലവ് ചുരുക്കാനായിട്ട് അല്ലെങ്കിൽ മണി സ്പെൻഡിങ് ചുരുക്കാനായിട്ട് കമ്പനീനെ ഹെൽപ്പ് ചെയ്യും. അതായത് CSR പ്രോഗ്രാമിന് കോസ്റ്റ് ഇല്ല എന്നല്ല, നല്ല CSR ഉള്ള കമ്പനിയാണെങ്കിൽ, പിന്നെ നല്ല രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ, പിന്നെ അവരുടെ നല്ല എംപ്ലോയീസിനെ ഹയർ ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വേറെ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടൊന്നും കാശ് ചിലവാക്കണ്ട, അല്ലെങ്കിൽ അവർ എനർജി സേവിങ് പ്രോഗ്രാംസ് അവർ ചെയ്യും. അതുപോലെ തന്നെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ അഡ്വർടൈസ്മെൻറ്റിന് ഒരുപാട് കാശ് ചിലവാക്കണ്ട, ബിക്കോസ് അവരുടെ CSR ആക്ടിവിറ്റി തന്നെ അവർക്കൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇങ്ങനെ പല രീതിയിലും എന്താ പറയുക, കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും, CSR ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഓഫർ മോർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് കസ്റ്റമേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും, സപ്ലയേഴ്സ്, ബാക്കി പാർട്ടീസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ പാർട്ടീസൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ സ്ഥാപിക്കുന്നത് വഴി നമുക്ക് പുതിയ ബിസിനസ് ഐഡിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ BCom, you got job offer from 2 companies,
and one company is highly socially responsible company and the other company is normal company. So നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുകയാണ് വേർ ടു ജോയിൻ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള നല്ല ഫെയിമുള്ള കമ്പനിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ CSR ആക്ടിവിറ്റീസിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്, ഇറ്റ് വിൽ ഹെൽപ്പ് ദ കമ്പനി ടു അട്രാക്ട് ദ ടാലൻറ്റഡ് എംപ്ലോയീസ് ആൻഡ് റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ അവിടെ തന്നെ നിലനിൽക്കും, അവർ വേറെ എവിടെയും ജോലി തപ്പി പോവില്ല. അപ്പോൾ CSRൻ്റെ വേറൊരു ബെനിഫിറ്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻസ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലൻസ്. Then definitely it helps, it gives a good future, long term future to the company അല്ലേ. നമ്മൾ ഒരുപാട് കാലം കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് നാളത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് കമ്പനിക്ക് കൊടുക്കുള്ളൂ. ഇഫ് ദ കമ്പനി വാണ്ട് ടു അച്ചീവ് എ ഗുഡ് ഫ്യൂച്ചർ ഇൻ ദ ലോങ് റൺ, അവരെന്ത് ചെയ്യും, അവരൊരു സസ്റ്റൈനബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, അവർ ആക്ട് ചെയ്യണം. നല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന കമ്പനികൾക്ക് എന്തുണ്ടാവുള്ളൂ, ലോങ് ടേമിൽ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ നല്ല CSR ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന കമ്പനീസ് ആണെങ്കിൽ അവർക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവും. നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇൻവെസ്റ്റേഴ്സ് ആയാലും ഫണ്ട് കൊടുക്കും, ബാങ്കുകൾ ലോൺ കൊടുക്കും, അങ്ങനെയുണ്ട്. പിന്നെ അട്രാക്ട് പോസിറ്റീവ് മീഡിയ അറ്റൻഷൻ, അതായത് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ കമ്പനീസ് ഇൻവോൾവ് ആകുമ്പോൾ അത് മീഡിയ അറ്റൻഷൻ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീഗാലാൻഡ് ഇന്ന ആൾക്ക് സംഭാവന കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഇന്ന ഇഷ്യൂ വന്നപ്പോൾ അവിടെ അവർ കാശ് കൊടുത്തു, ഇവർ ചാരിറ്റി ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഒരു പോസിറ്റീവ് മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഒരുപാട് ഇടപെടാൻ നിൽക്കില്ല. കാരണം എന്താ, ഗവൺമെൻറ്റിൻ്റെ തോട്ട് എന്തായിരിക്കും, ഓക്കെ ദീസ് കമ്പനീസ് ആർ ഡൂയിങ് ഗുഡ് ഫോർ ദി സൊസൈറ്റി, സോ അവരെ നമ്മൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വയ്ക്കും. പിന്നെ ന്യൂ ബിസിനസ് ഐഡിയാസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്യാനായിട്ട് CSR ഹെൽപ്പ് ചെയ്യും. സോ ദീസ് ഓൾ ആർ ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് CSR. It helps to improve the brand value of the company. It helps to keep the employees satisfied, not only employees but also customers. Then it acts as a positive PR. Then it helps in cost reduction, more business opportunities. It attract and retain talents, a long-term future to the business. Then it helps to access finance easily, it attracts positive media attention, it reduces regulatory burden, and it helps to identify new business opportunities. So that's all about the benefits of CSR. Then next we move on to the stakeholders of CSR. നമ്മൾ ഓരോ സ്പെസിഫിക് സ്റ്റേക്ക് ഹോൾഡറോടുള്ള ബെനിഫിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡർ ആരാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അത് കേൾക്കുമ്പോൾ. ലെറ്റ്സ് സീ, നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റാം. So stakeholders, who is a stakeholder? Stakeholders are individuals or a group that have an interest in the organization and are affected by its action. അതായത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആൻഡ് ആ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ അവരെ ബാധിക്കും. ആ ഓർഗനൈസേഷൻ എടുക്കുന്ന ആക്ഷൻസ് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അവരുടെ മേളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് that have an interest in the organization and are affected by its actions. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ n number of stakeholders ഉണ്ട്. We can classify the stakeholders broadly into two, that is internal stakeholders and external stakeholders. Who are internal stakeholders? They are the individuals or the group who are directly and or financially involved in the operational process. അതായത് ഓർഗനൈസേഷനും ആൻഡ് ഓപ്പറേഷണൽ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നേരിട്ട് ഇൻവോൾവ് ആകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയീസ്, ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് അവരൊക്കെയാണ് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരിക. അപ്പോൾ കമ്പനിക്ക് സക്സസ് ഉണ്ടായാൽ ഡയറക്റ്റായിട്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, കമ്പനിക്ക് ലോസ് ഉണ്ടായാൽ അവർക്ക് ഡയറക്റ്റായിട്ട് അവർക്കും ലോസ് ഉണ്ടാവും. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് comes under the heading of internal stakeholders. And external stakeholders are a group outside a business or people who don't work inside the business. ബിസിനസ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല, പക്ഷേ in some way, in one way or another way, ബിസിനസ്സിൻ്റെ ഡിസിഷൻസും ആക്ഷൻസും അവരെ ബാധിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ CSRൻ്റെ കേസിലാണെങ്കിൽ
എംപ്ലോയീസും ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇവരാണ് എന്ത് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. എംപ്ലോയീസ് ഒരു പ്രൈമറി ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡർ ആണ്. കാരണം ഓരോ കാര്യങ്ങളിലും ഓർഗനൈസേഷൻ ചെയ്യുന്ന ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലായാലും ടൈം ഇൻവെസ്റ്റ്മെന്റിലായാലും എടുക്കുന്ന സ്ട്രാറ്റജി, ടാക്ടിക്സ്, ഓപ്പറേഷൻ ഇതൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു കൂട്ടരാണ് എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. പിന്നെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അത് ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവരാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരും അവർ ഈ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ഫണ്ടിനെയാണ് അത് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സും ആരാണ്? ഒരു stake holder ആണ്. So these are in the case of CSR, employees and shareholders or owners are the internal stakeholders. Moving to the external stakeholder, definitely consumer or customer important ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് എന്നാണ് പീറ്റർ ഡ്രക്കർ പറയുന്നത്. അതായത് കസ്റ്റമർ ഇസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എ ബിസിനസ് ആൻഡ് കീപ് ഇറ്റ് എക്സിസ്റ്റൻസ്. ബിസിനസ്സിനെ നിലനിർത്തുന്നത് ആരാണ്? കസ്റ്റമറാണ്. അപ്പം കസ്റ്റമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ ആണ്. പിന്നെ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബിസിനസ്സിൻ്റെ സക്സസ് ബാധിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് സപ്ലയേഴ്സ്. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ സപ്ലയേഴ്സായിട്ട് ടൈംലി പേയ്മെൻറ്റും ഷിപ്മെൻറ്റും ഒക്കെ കൃത്യമായിട്ട് നടത്തണം. ദെൻ ഫെല്ലോ ബിസിനസ്മാൻ ഓർ കോമ്പറ്റേറ്റർ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആണ് ബിസിനസ്സിൻ്റെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ കോമ്പറ്റേറ്റർ അല്ലെങ്കിൽ ഫെല്ലോ ബിസിനസ്മാനും എന്താണ് CSRൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ടാക്സ് കളക്ട് ചെയ്യുന്നതും പോളിസീസ് ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസിനും വേണ്ട പോളിസീസൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ് ഇസ് ഓൾസോ ആ സ്റ്റേക്ക് ഹോൾഡർ ഇൻ CSR. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി, അതായത് ആ ബിസിനസ് എവിടെയാണ്, ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ഇരിഞ്ഞാലക്കുടയാണ് അതിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റി. സോ ആ കമ്മ്യൂണിറ്റിയോട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒന്ന് പിക്ക് ചെയ്ത് നോക്കുകയാണിപ്പോൾ. ഇപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റി, പിന്നെ മൊത്തത്തിലുള്ള സൊസൈറ്റി, ആ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഊബറൊക്കെ വന്നപ്പോൾ ഒരു മൊത്തത്തിൽ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ വാൾമാർട്ട്, സ്വിഗ്ഗി ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കി അല്ലേ. നമ്മുടെ ഒരു തോട്ടിന് തന്നെ ഊബർ നമുക്ക് പോകണമെങ്കിൽ കാറ് കിട്ടും, അല്ലെങ്കിൽ സ്വിഗ്ഗി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കോമ്പറ്റീറ്റേഴ്സ് വന്ന് ആ സൊസൈറ്റീനെ അങ്ങ് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ ആരാണ്? CSRൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ essay ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് essay വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എഴുതണം. അതിങ്ങനെ കൃത്യമായിട്ട് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് എഴുതണം. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്, ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം essay ഒക്കെ വരികയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇങ്ങനെ നോക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡെപ്തിലൊക്കെ വായിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലാതെ പിന്നെയും കുറേ വരും. ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെൻറ്, സപ്ലയേഴ്സ്, പ്രൊഫഷണൽ അസോസിയേഷൻ, നമ്മൾ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഒക്കെ പോലെയില്ലേ. പിന്നെ ബാക്കി അസോസിയേഷൻസ്, എംപ്ലോയീസ്, NGOs, ബാക്കി ഫേംസ്, നൈബേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, സിറ്റിസൺ, ടെറിട്ടോറിയൽ കമ്മ്യൂണിറ്റി, എക്സ്റ്റേണൽ R&D, ഇതൊക്കെ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാവുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. ഓക്കെ, സോ വി ഡൺ ദ 2 topics. Then we move on to next topic, that is steps for implementing CSR. CSR വേണം എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും it may not be possible for each and every company to invest in CSR activities. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ എക്സാമ്പിൾസ് ഞാൻ കുറേ പറഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ടാറ്റയ്ക്കും ഇൻഫോസിസിനും മഹീന്ദ്രയ്ക്കും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊക്കെ ഒത്തിരി കാശ് ഇതിലിടാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും CSRന് നമുക്ക് ഇപ്പോൾ ഒരു ബിഗ് കോർപ്പറേഷൻസ് പോലെ നമുക്ക് ഇവരും CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊന്നും വി കനോട്ട് എക്സ്പെക്ട്. അവർ പയ്യെ ഗ്രാജുവലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി വരുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ CSR ആക്ടിവിറ്റീസ്. അപ്പോൾ അത് ചെറിയ കമ്പനീസ് ആയാലും വലിയ കമ്പനീസ് ആയാലും CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫണ്ട് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദേ ഷുഡ് ലുക്ക് ഫോർ ദ റൈറ്റ് കോസ്.
നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ വി വോണ്ട് ടു ഇൻവെസ്റ്റ് സം മണി ഇൻ CSR, ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. അവിടെ ഇപ്പം അവിടെ ആവശ്യമുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അന്ന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ നോക്കണം. അതായത് മീഡിയ അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റി കിട്ടാൻ സാധ്യതയുള്ള റൈറ്റ് കോസ് എന്താണെന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലഡ് വരുന്ന സമയത്ത്, ഫ്ലഡ് ഉണ്ടായ സമയത്ത് എല്ലാ കമ്പനീസും ഫ്ലഡിലേക്കാണ് അവരുടെ ഫ്ലഡിന് ഫണ്ട് കൊടുത്തു, ഫ്ലഡിൻ്റെ റിലീഫ് ആക്ടിവിറ്റീസിന് ഫണ്ട് കൊടുത്തുകൊണ്ടാണ് അവരവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർ റിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഫ്ലഡ് ഇങ്ങനെ കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും കാര്യത്തിന് ഫണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ റൈറ്റ് കോസ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുകൂടെ ഒന്ന് ചോദിക്കണം, കസ്റ്റമേഴ്സിന് ഏതാണ് കുറച്ചും കൂടെ താല്പര്യം, വാട്ട് കസ്റ്റമേഴ്സ് വാണ്ട് ദർ ലോയൽ കമ്പനി ടു ഡു, കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം എന്നാണ്, കസ്റ്റമേഴ്സിന് എന്താണ് ആഗ്രഹം കമ്പനി ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഇടാം, എന്നിട്ട് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഏതിനാന്ന് നോക്കുക. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തണം. പിന്നെ ഒരു സ്കോർ കാർഡ് വെക്കണം. അതായത് നിങ്ങളൊരു കാര്യം സെലക്ട് ചെയ്തു, അതിൻ്റെ പ്രോഗ്രസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഒരു ആദിവാസി കോളനീനെ ഏറ്റെടുത്തേക്കാന്ന് വിചാരിക്കുക, അതാണ് അവരുടെ CSR ആക്ടിവിറ്റീസ് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പോകുന്നു, അതിൻ്റെ പ്രോഗ്രസ് എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്കോർ ബോർഡ് ഒന്ന് കാണിക്കുക നിങ്ങളുടെ വെബ്സൈറ്റിലോ വേറെ ഏതെങ്കിലും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, പോസിബിൾ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഇപ്പോൾ മോഡേൺ മീഡിയ ആണെങ്കിൽ ഇപ്പോൾ ബ്ലോഗുകൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ എല്ലാത്തിലും നിങ്ങളുടെ CSR ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള സജഷൻസും പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ വാങ്ങിക്കുക. പിന്നെ NGOs ആയിട്ട്, NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, ബട്ട് അവർ എന്തായിരിക്കും, സൊസൈറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇപ്പോൾ ധ്വനി പോലെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ NGOs ആണ്. അപ്പോൾ ഈ NGOs ആയിട്ടൊരു ടൈപ്പ് വയ്ക്കുക. അപ്പോൾ ഈ NGOs ഓൾറെഡി നല്ല രീതിയിൽ ഫെയിമുള്ള NGOs ഒക്കെ ആണെങ്കിൽ, അപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വരുമ്പോൾ ഇൻ അസോസിയേഷൻ വിത്ത്, ഇപ്പോൾ ധ്വനി ഒരു NGO ആണ്, അപ്പോൾ ധ്വനി ഓർഗനൈസസ് ദിസ് ഇവൻറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ഇൻഫോസിസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല റീച്ച് ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾ ചെയ്യുന്നത് മാക്സിമം പബ്ലിസിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രിന്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ, ഏത് മീഡിയ യൂസ് ചെയ്തുകൊണ്ടായാലും നിങ്ങളുടെ CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മാക്സിമം പബ്ലിസിറ്റിക്ക് വേണ്ട സ്റ്റെപ്പുകൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആരും അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആ കമ്പനിക്ക് ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ന്യൂസ് ലെറ്റേഴ്സ്, കൃത്യമായിട്ട് ആനുവൽ റിപ്പോർട്ടിലും ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ കൃത്യമായിട്ട് CSR ആക്ടിവിറ്റീസിൻ്റെ ചാർട്ടും ഫോട്ടോസും അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം എന്നാലാണ് ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ അത് കണ്ട് ഇംപ്രസ്ഡ് ആവുള്ളൂ. ഓക്കെ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ഷുഡ് ഫോളോ വൈൽ ഇംപ്ലിമെൻറ്റിംഗ് CSR ആക്ടിവിറ്റീസ്. ആദ്യം റൈറ്റ് കോസ് നോക്കണം, ദെൻ കസ്റ്റമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തണം, സ്കോർ ബോർഡ് എല്ലാവരെയും കാണിക്കണം, സോഷ്യൽ മീഡിയയിലൊക്കെ മാക്സിമം റീച്ച് കൊടുക്കണം, NGOs ആയിട്ട് ടൈപ്പ് വെക്കാൻ നോക്കണം, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. പിന്നെ ഈ CSR ആക്ടിവിറ്റീസ് ആനുവൽ റിപ്പോർട്ടിലും ന്യൂസ് ലെറ്ററിലൊക്കെ കാണിക്കണം. സോ ഇത് ഒരു വലിയ കോർപ്പറേഷൻസ് ആയാലും ചെറിയ കമ്പനീസ് ആയാലും ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. ദെൻ മൂവിങ് ടു അവർ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഗൈഡ് ലൈൻസ് ഫോർ CSR പ്രോഗ്രാംസ്. CSR പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മുടെ മൈൻഡിൽ വെക്കണം. ഒന്ന്, നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ കമ്പനിക്ക് ഒരു നെഗറ്റീവ് ക്രിറ്റിസിസം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മളൊരു CSR ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഓപ്പറേഷണൽ സ്ട്രെങ്ത്തും ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസും എവിടെയാണ് നമുക്ക് ഏത് ഏരിയയിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അതുപോലെ തന്നെ കമ്പനിയുടെ സ്ട്രാറ്റജിയിലും കാര്യങ്ങളിലും ഒക്കെ കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് മാച്ച് ചെയ്ത് പോകണം നമ്മുടെ CSR ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ വെക്കണം. എന്നിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടെ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസിലായിരിക്കണം നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ CSR ആക്ടിവിറ്റീസിൽ, അതായത് ഒരു കമ്പനി CSR ആക്ടിവിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ they should keep all these guidelines in the mind. Okay. So in today's video we discussed the benefits of CSR, then stakeholders of CSR, and steps that should be followed by organizations while implementing CSR activities, and guidelines that they should observe while designing CSR programs. So hope you all are clear about these 4 topics. We'll meet in the next video with more subtopics of CSR. Thank you.